ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആരുടെയും കണ്ണിൽപ്പെടാതെ അകത്തെ റൂമിലേക്ക് പോവുകയാണ് പ്രീതി. പിന്നീട് അർജുന്റെ കാറ് പോകുന്നത് കണ്ട് സത്യഭാമ പിള്ളച്ചേട്ടനോട് പറയുകയാണ്, പിള്ളച്ചേട്ടാ, ദേ അവിടെ ആരോ ഉണ്ട്, ദേ കാറും ഗേറ്റിനകത്തു കൂടി പോകുന്നുണ്ട്. പിള്ളച്ചേട്ടാ, കള്ളന്മാരാരോ നമ്മുടെ വളപ്പിൽ കടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ദേ അവിടെ ഏണി കിടപ്പുണ്ട് എന്നും പറഞ്ഞ് ഏണി ചൂണ്ടിക്കാട്ടുകയാണ് സത്യഭാമ. അകത്ത് റൂമിൽ പോയിരുന്ന് കരയുകയാണ് പ്രീതി. സത്യഭാമ പിള്ളയോട് പറയുകയാണ്, പിള്ളച്ചേട്ട, മതിൽക്കെട്ടിനകത്ത് മൊത്തത്തിൽ ഒന്ന് നോക്കിക്കേ. ജയവാ, നമുക്ക് അകത്ത് നോക്കാമെന്നും പറഞ്ഞ് ജയയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സത്യഭാമ. അതിനുശേഷം സത്യഭാമ പ്രീതിയുടെ റൂം തുറന്ന് ലൈറ്റ് ഇടുകയാണ്. അന്നേരം കട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന പ്രീതി ചാടി എഴുന്നേൽക്കുകയാണ്. എന്താ അമ്മയെന്ന് പ്രീതി ചോദിക്കുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? അത് ഉറങ്ങിയതാണ്, നായ്ക്കളുടെ കൊരകേട്ടാണ് ഉണർന്നത്. നീ വല്ലാതെ വിയർത്തിട്ടുണ്ടല്ലോ, കിതയ്ക്കുന്നുമുണ്ടല്ലോ. സത്യമായിട്ടും ഉറങ്ങുമായിരുന്നോ നീ? അത് അമ്മേ, ഒരു ദുസ്വപ്നം. അതിൽ നിന്നും ചാടി എഴുന്നേറ്റത് നായ്ക്കളുടെ കുരച്ചിൽ കേട്ടാണ്. ചുറ്റുമൊക്കെ നോക്കിയിട്ട് സത്യഭാമ ചോദിക്കുകയാണ്, നീ എന്താ AC ഒന്നും ഇടാത്തത്? ഉപയോഗിക്കാനാണ് ഇതൊക്കെ വച്ചിരിക്കുന്നത്. ഞാനും ഇട്ടിട്ടില്ല. വിക്കി വിക്കി പ്രീതി പറയുകയാണ്, അത് മറന്നുപോയി. അതിൽ കുറ്റിയിട്ട് കിടന്നു. കള്ളന്മാരാരോ വളപ്പിനകത്ത് കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത്രയും പറഞ്ഞ് സത്യഭാമ റൂം വിട്ട് പോവുകയാണ്. ഒന്ന് ആശ്വസിക്കുകയാണ് പ്രീതി. പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ വണ്ടി നിർത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന വിഷ്ണുവിനെയാണ്. കുറച്ചുനേരം വണ്ടിയിലിരുന്ന ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് സുസ്മിത. സുസ്മിത ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടാ, കാര്യം എന്താണെന്ന് പറയ്. സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മൂഡ് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കഫേ പോകാമെന്ന്. ഇപ്പോൾ അതുമില്ല. ഈ പെരുവഴിയിൽ പോസ്റ്റ് ആയിട്ട് കുറെ നേരമായല്ലോ. ഇതിന്റെ ഒപ്പം ഒരു ഔട്ടിങ്ങിന് വരണമെന്നല്ലേ പറഞ്ഞത്? ഇതും ഒരു ഔട്ടിങ് തന്നെയാണെന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണ് വിഷ്ണു. അതേസമയം ബുള്ളറ്റിൽ അവിടെ എത്തുകയാണ് കമലൻ. എന്താ ആശാൻ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നീ വണ്ടി ഇങ്ങ് താ. വണ്ടിയിൽ കയറിയ ശേഷം വിഷ്ണു കമലിനോട് പറയുകയാണ്, എടാ, അവൾക്ക് ഏതോ സിനിമ കാണണമെന്ന്, നീ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക. അതിനുശേഷം വണ്ടി എടുത്തു പോവുകയാണ് വിഷ്ണു. വിഷ്ണുവായിട്ടാന്ന് സുസ്മിത പുറകെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം കമലൻ സുസ്മിതയുടെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്, ഏത് സിനിമയ്ക്കാണ് പോകേണ്ടത്? അന്നേരം ദേഷ്യപ്പെട്ട് സുസ്മിത കമലനെ അടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം അല്ലേടാ? എന്നിട്ട് അവിടെ നിന്നും നടന്നു പോവുകയാണ് സുസ്മിത. കവൽ തടവിക്കൊണ്ട് കമലൻ ചോദിക്കുകയാണ്, സിനിമ കാണിക്കുന്നത് ഇത്രയ്ക്ക് വലിയ കുറ്റമാണോ? പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പുറത്തുപോയ SI തിരികെ എത്തുകയാണ് അവിടെ. SI ചോദിക്കുകയാണ്, ഹലോ മാഡം, ഗുഡ് ഈവനിങ്, എങ്ങനെയുണ്ട്? സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ഹേ മിസ്റ്റർ, എന്നെ തുറന്നുവിട്. തുറന്നുവിടാൻ എന്നൊക്കെ പറഞ്ഞ് സെല്ല് പിടിച്ച് കുലുക്കുകയാണ് ശാലിനി. SI പറയുകയാണ്, ഹാ, ഇവളുടെ തിളപ്പ് ഇനിയും തീർന്നില്ലല്ലോ. കോൺസ്റ്റബിൾ പറയുകയാണ്, എന്റെ പൊന്നു സാറെ, പുലിയെ പിടിച്ച് കൂട്ടിലിട്ടതുപോലെ ഉണ്ടായിരുന്നു. പിടിച്ച് കുലുക്കുകയും ബഹളം വെക്കുകയും ഫോണാണെങ്കിൽ നിർത്താതെ ഒരേ ബെൽ തുടരുകയാണ്. ഒടുവിൽ ഞങ്ങൾ അതങ്ങ് സൈലന്റ് ആക്കി വെച്ചു. ഒന്നാക്കി പറയുകയാണ്, കാണാൻ കൊള്ളാവുന്ന പിള്ളേരാകുമ്പോൾ വിളിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും, പ്രത്യേകിച്ച് ഹോട്ടൽ ബിസിനസ് അല്ലേ? നേരം ദേഷ്യപ്പെട്ട് SIക്ക് നേരെ കൈ ചൂണ്ടി ശാലിനി പറയുകയാണ്, ദേ, തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടി? നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നിന്നെ പിടിച്ച് പൂട്ടിയിട്ടത്. അതേസമയം സ്റ്റേഷനിലേക്ക് വരികയാണ് ശാരദാമ്മ. ശാരദാമ്മ പറയുകയാണ്, സാറേ നമസ്കാരം, ഒരു കംപ്ലൈന്റ് പറയാനുണ്ടായിരുന്നു. എന്ത് കംപ്ലൈന്റ്? എന്റെ മോൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ശാരദാമ്മയുടെ ശബ്ദം കേട്ട് അമ്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് ശാലിനി. അയ്യോ, എന്റെ മോളെ എന്നും പറഞ്ഞ് സെല്ലിനടുത്തേക്ക് ചെല്ലുകയാണ് ശാരദാമ്മ. അയ്യോ മോളെ, എന്തു പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് ശാരദാമ്മ. പിന്നീട് SIയോട് ശാരദാമ്മ ചോദിക്കുകയാണ്, ഇവൾ എന്തിനാണ് സാറേ ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത്? എന്ത് കുറ്റമാണ് അവൾ ചെയ്തത്? കുറ്റങ്ങൾ ഒരുപാടുണ്ടല്ലോ. അവൾക്ക് സാമാന്യ മര്യാദ അറിയില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും എവിടെ എങ്ങനെ പെരുമാറണമെന്നും തീരെ ബോധ്യമില്ല. അതാണ് പ്രശ്നമെന്ന് SI പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, എന്റെ മകൾ അങ്ങനെ മര്യാദ വിട്ടൊന്നും പെരുമാറില്ല. ആറിവളെ തുറന്നുവിട്, ദയവ് ചെയ്ത് ഞങ്ങളെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് തൊഴുകയാണ് ശാരദാമ്മ. തിരിച്ചുകൊണ്ട് SI പറയുകയാണ്, മകൾക്ക് അമ്മയുടെ സർട്ടിഫിക്കറ്റ്, അതെ, നിങ്ങളുടെ ശുപാർശ ഇവിടെ എടുക്കത്തില്ല. ശാരദാമ്മ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇവളെ കിട്ടണമെങ്കിൽ നാളെ കോടതിയിൽ വന്നാ മതി. പറ്റില്ല, എന്റെ മോളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ആണോ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്കും ഈ സെല്ലിനകത്ത് കിടക്കാം. അമ്മയും മകളും കമ്പനിയായിട്ട് ഒരു താരാട്ടുപാട്ടൊക്കെ പാടിയിരുന്നാൽ സൂപ്പർ സീനായിരിക്കും. സാറേ, മര്യാദകേട് കാണിക്കരുത്. ഈ യൂണിഫോമിനുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സാറ് ഇവളെ തുറന്നുവിട്. തുറന്നുവിട്ടില്ലെങ്കിൽ ഞാൻ ഈ പൂട്ട് തല്ലിപ്പൊളിക്കുമെന്നും പറഞ്ഞ് പൂട്ട് പിടിച്ച് കുലുക്കുകയാണ് ശാരദാമ്മ. തോന്നിയാസം കാണിക്കുന്നോടി എന്നും പറഞ്ഞ് ശാരദാമ്മയെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് SI. വീഴാൻ പോകുന്ന ശാരദാമ്മയെ പിടിച്ചു നിർത്തുകയാണ് വിഷ്ണു. മോനെ, അവള് എന്ന് പറയുകയാണ് ശാരദാമ്മ. സെല്ലിൽ കിടക്കുന്ന ശാലിനി ഒന്ന് നോക്കിയ ശേഷം വിഷ്ണു ചിരി വരുത്തിക്കൊണ്ട് SIയോട് ചോദിക്കുകയാണ്, എന്താ സാറേ ഈ കാണിക്കുന്നത്? പരാക്രമം സ്ത്രീകളോടാണോ? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്
അന്നേരം എസ് ഐ പറയുകയാണ്, പ്ലീസ് ഇയാൾ ഇതിൽ ഇടപെടരുത്. ഓരോ എല്ല് കൂടുതലാണ് ഈ രണ്ടെണ്ണത്തിനും. ആണോ? എങ്കിൽ കൂടുതലുള്ള എല്ലിന്റെ പേരാണ് സാറേ നട്ടെല്ല്. പോലീസിനെ കാണുമ്പോൾ താണു വണങ്ങി നിൽക്കാമെന്നും ഇപ്പോൾ ആളിനെ കിട്ടില്ല സാറേ. നിങ്ങളെ പോലെ തന്നെ കൂലിവേല ചെയ്തിട്ടാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത് തന്നെ. മനസ്സിലായോ സാറിന്? ജനമൈത്രിയുടെ കാലമാണ് സാറേ ഇത്. മര്യാദ എന്ന് പറയുന്നത് ഞങ്ങളെ പോലെ നിങ്ങൾക്കും ബാധകമാണ് എന്നർത്ഥം. എങ്കിൽ തന്നെ ഇവർക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനും സെല്ലിൽ പൂട്ടിയിടാനും ആരാണ് സാറേ സാറിന് കൈമടക്ക് തന്നത്? കാര്യമായിട്ടൊന്നും കിട്ടാതെ സാർ ഈ കസേരയിൽ നിന്നും അനങ്ങില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചോദിച്ചതാണ്. അന്നേരം എസ് ഐ പറയുകയാണ്, ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ സാറിന് അനാവശ്യം കാണിക്കാം. എനിക്കത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് മാത്രം അല്ലേ? അല്ലെങ്കിൽ സാറ് പറയ്, എന്താണ് ഈ അമ്മയും മോളും ചെയ്ത കുറ്റം? എനിക്കും അറിയണമല്ലോ അതെന്താണെന്ന്. അത് പിന്നെയെന്നും പറഞ്ഞു വിൽക്കുകയാണ് എസ് ഐ. അന്നേരം വിഷ്ണു പറയുകയാണ്, ഈ IPC സെക്ഷനൊക്കെ മുങ്ങിത്തക്കി സാറൊരു കാരണം കണ്ടെത്തി കൊണ്ടുവരുമ്പോഴത്തേക്കും നേരം അങ്ങട് വെളുക്കും സാറേ. എനിക്കതിനൊന്നും സമയമില്ല, അതാണ്. അതുകൊണ്ട് തൽക്കാലം ഒരു കോംപ്രമൈസ് ആക്കാം. ഈ കൊച്ചിനെ അങ്ങ് തുറന്നു വിട്ടേക്ക്, അവര് പൊയ്ക്കോട്ടെ സാറേ. നടക്കില്ല എന്ന് എസ് ഐ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, എന്നാൽ പിന്നെ സാറും നടക്കില്ല. അത് വിഷ്ണുവിന്റെ തീരുമാനമാണ്. സാറ് വാ സാറേ എന്നും പറഞ്ഞ് എസ് ഐ ദൂരേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വിഷ്ണു. രഹസ്യമായി എസ് ഐയോട് പറയുകയാണ്, ഈ രണ്ട് കാലും ഞാനിഞ്ഞെടുക്കും. തിരഞ്ഞു പിന്നെ പോലീസിൽ ജോലി ചെയ്യേണ്ടി വരില്ല. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണെന്ന് സാറിനറിയാമല്ലോ. വിഷ്ണുവാണ് പറയുന്നത്. ബ്ലേഡ് സത്യഭാമയുടെ മകൻ മൂർച്ച കൂടും. കളിക്കാതെ താക്കോലിഞ്ഞ് താ സാറേ, ഇവിടെയാണോന്നും പറഞ്ഞ് എസ് ഐ പോലീസിന്റെ പോക്കറ്റിൽ കൈയിടുകയാണ് വിഷ്ണു. കളിക്കാതെ താക്കോലിഞ്ഞ് താ സാറേ എന്നും പറഞ്ഞ് താക്കോൽ പിടിച്ചു വാങ്ങുകയാണ് വിഷ്ണു. അതിനുശേഷം വിഷ്ണു തന്നെ സെൽ തുറന്ന് ശാലിനിയെ പുറത്തേക്ക് ഇറക്കുകയാണ്. ശാരദാമ്മയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശാലിനി. അതിനുശേഷം എസ് ഐയെ നോക്കി ശാലിനി പറയുകയാണ്, നിയമം എന്താണെന്ന് ഈ സ്റ്റേഷനിലുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. സാറിന് ഒരു ബൊക്കെ വരും, സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നോ? പിന്നെ എന്റെ അമ്മയെ പിടിച്ച് തള്ളിയതിന്റെ കൂലി അത് ഞാൻ പേഴ്സണലായിട്ട് തീർത്തോളാം ഉടൻ തന്നെ എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. അതിനുശേഷം വിഷ്ണു എസ് ഐയോട് പറയുകയാണ്, താങ്ക്സ്, നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് താക്കോല് എസ് ഐയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ വിഷ്ണുവിനെ കാത്ത് പുറത്തു നിൽക്കുകയാണ് പിള്ള. അകത്ത് സുസ്മിതയും സത്യഭാമയും ജയയും രാഘവൻ നായരും ഒക്കെയുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വിഷ്ണു ആ പിള്ളച്ചേട്ട എന്ന് പറയുമ്പോൾ പിള്ള ചോദിക്കുകയാണ്, കുഞ്ഞെന്താണ് ഈ കാണിച്ചത്? എന്തു പറ്റി? ആ സുസ്മിത മോള് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഒരു ഓട്ടോയിൽ വന്നു. വിഷ്ണുവേട്ടൻ പാതിരാത്രി വിളിച്ചിറക്കി കൊണ്ടുപോയി വഴിയിൽ ഇറക്കി വിട്ടു എന്നാണ് പരാതി. സത്യാമ്മ അവിടെ കുഞ്ഞിനെ പൊരിച്ചു തിന്നാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പ്രാർത്ഥിച്ച് വിഷ്ണു പറയുകയാണ്, എന്റെ വിഘ്നേശ്വര, മനസ്സിൽ ഉറപ്പിച്ചു വെച്ച കള്ളങ്ങൾ തന്നെ സമയത്ത് പുറത്തു വരണേ. ഞാൻ പോട്ടെ എന്ന് പിള്ളച്ചേട്ടനോട് പറഞ്ഞ് അകത്തേക്ക് ഓടിക്കയറുകയാണ് വിഷ്ണു. അകത്തേക്ക് വന്ന വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ട് സത്യഭാമ ചോദിക്കുകയാണ്, എന്താടാ, എന്തു പറ്റി? എന്താ നീ കാണിക്കുന്നത്? അന്നേരം വിഷ്ണു ഒന്ന് പരിഭ്രമിച്ച് ചോദിക്കുകയാണ്, എന്തു പറ്റി അമ്മേ? എന്തു പറ്റിയെന്നോ? പാതിരാത്രി ഇവിടെന്ന് പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെയും കൊണ്ട് നീ ഇറങ്ങി പോകുമ്പോൾ എനിക്കൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ കൂടം തന്നെയാണല്ലോ വിടുന്നത് എന്നായിരുന്നു എന്റെ ആശ്വാസം. എന്നിട്ട് അവളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് നെഞ്ചും വിരിച്ച് കയറി വന്നിരിക്കുന്നു അവൻ. അയ്യോ അമ്മേ, ഞാനത് എന്നൊക്കെ വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, മതി. പാതിരാത്രി ഓട്ടോ വിളിച്ചാണ് അവൾ ഇവിടെ കയറി വന്നത്. അതും ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ഓട്ടോക്കാരന്റെ കൂടെ. ഒരു പണമിട പൊന്നിനു വേണ്ടി ആളെ കൊല്ലുന്ന കാലമാണ് ഇത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? സ്വന്തം മകളെ പോലെ നോക്കും എന്ന വിശ്വാസത്തിലാണ് രാജേട്ടനും സരളയും അവളെ ഇവിടെ നിർത്താൻ സമ്മതിച്ചത്. എന്നിട്ട് ആ വിശ്വാസത്തെയാണ് നീ ഇപ്പോൾ ചതിച്ചിരിക്കുന്നത്. അയ്യോ സോറി അമ്മ, ഞാൻ ആരെയും വിശ്വാസത്തെയൊന്നും ചതിച്ചിട്ടൊന്നും ഇല്ല. ഇവളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ടും ഇല്ല. ആവശ്യം വന്നപ്പോൾ നമ്മുടെ കമലന്റെ കൂടെ അവളെ വിട്ടിട്ടല്ലേ പോയത്? പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കൂട്ടുകാരന്റെ കൂടെ സെക്കൻഡ് ഷോയ്ക്ക് അല്ലേടാ? കൊള്ളാം, നിന്റെ അനിയത്തിയായിരുന്നെങ്കിൽ നീ വിടുമായിരുന്നോ ഇങ്ങനെ? എന്റെ അമ്മേ, അവൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പോയാൽ പോരെ? നിന്റെ ജീപ്പിലാണ് വിട്ടത്, അതിൽ തന്നെ അവൾക്ക് തിരിച്ചു വീട്ടിലേക്കും പോരാ. പിന്നെ കമലനും ദാസനും നമുക്കറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. രീതിയാണെങ്കിലും അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ അയക്കുകയും ചെയ്യാം. ആഹാ, അത്രയ്ക്ക് എന്തായിരുന്നു നിന്റെ അത്യാവശ്യം? പറയ്, കേൾക്കട്ടെ. ഞങ്ങൾ കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ വിക്കി വിഷ്ണു പറയുകയാണ്, അത് എന്താണെന്ന് അറിയാമോ അമ്മ? ഞങ്ങളുടെ ഫ്രണ്ട് അജ്മലില്ലേ, അവന് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഒരു പാണ്ടി ലോറി വന്നിടിച്ചിട്ട് തലയിലായിരുന്നു ഫ്രാക്ചർ. ബ്ലഡ് വേണമായിരുന്നു അടിയന്തരമായിട്ട്, അതും ബി പോസിറ്റീവ്. ഈ രാത്രി സമയത്ത് ആരെ ഉണർത്തി സംഘടിപ്പിക്കാനാണ് ഞാൻ? അതുകൊണ്ടാണ് നേരിട്ട് പോയിട്ട് ബ്ലഡ് കൊടുത്തത്, അറിയാമോ? ഒപ്പം കുറച്ച് കൂട്ടുകാരെ വിളിച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുകയാണ് വിഷ്ണു. ഇതെല്ലാം മുകളിൽ നിന്ന് കേൾക്കുകയാണ് പ്രീതി. അത് കേട്ട് സത്യഭാമ ചോദിക്കുകയാണ്, ഭഗവാനെ, നീ ഇപ്പോൾ ബ്ലഡ് കൊടുത്തിട്ടുള്ള വരവാണോ ഇത്?
അതെ, അത്രയ്ക്ക് വിഷമിച്ച് തളർന്നു വന്ന് ഒന്ന് കിടന്നാൽ മതി എന്ന് വന്നപ്പോഴാണ് ഇന്നത്തെ ഒരു വിചാരണ എന്ന് പറഞ്ഞ് വിഷമമൊക്കെ അഭിനയിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിനെ പിടിച്ചിട്ട് സത്യഭാമ പറയുകയാണ്, അയ്യോ കഷ്ടം മോനെ, നിനക്ക് ജ്യൂസോ മറ്റോ വേണമോ? വിഷ്ണു പറയുകയാണ്, അതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കുടിച്ചതാണ്. എന്റെ അമ്മ എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ മതി, എനിക്കൊന്ന് ഉറങ്ങണം, അതാണ് അത്യാവശ്യം. അത് കേട്ട് സത്യഭാമ പറയുകയാണ്, എന്നാ മോൻ ചെല്ല്, ഇവിടെ പ്രശ്നമൊന്നും ഇല്ല, മോൻ പൊയ്ക്കോ പോ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പറഞ്ഞ് മുകളിലേക്ക് വിടുകയാണ് സത്യഭാമ. സത്യഭാമ പറയുകയാണ്, പാവം കുട്ടി ആർക്കെന്ത് സഹായം വേണമെങ്കിലും ഏത് പാതിരാത്രിയും ഓടിച്ചെല്ലും, അതാ അവന്റെ സ്വഭാവം. ഏതാണാവോ ഈ അജ്മൽ, ഒരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ കേട്ട് എന്നാലും ആന്റിന്ന് സുസ്മിത പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, മോള് സമാധാനിക്ക്, അവൻ ചെയ്തതൊരു നല്ല കാര്യമല്ലേ, ആ കിടന്നുറങ്ങാം, ഇനി ബാക്കിയൊക്കെ നമുക്ക് നേരം വെളുത്തിട്ട്. അതേസമയം മുകളിലേക്ക് കയറുന്ന വിഷ്ണു അവിടെ തന്നെ കാത്തു നിൽക്കുന്ന പ്രീതിയെ കാണുകയാണ്. തിരി വരുത്തിക്കൊണ്ട് വിഷ്ണു പ്രീതിയോട് പറയുകയാണ്, യാത്ര മുടങ്ങിയല്ലേ, വിഷമിക്കേണ്ട, ഇനി പോയി കിടന്നുറങ്ങാൻ നോക്ക്, ഇനി ഇവിടെ ഒന്നും നടക്കില്ല. പിന്നീട് കാണിക്കുന്നത് രാവിലെ മഴയത്ത് പാലും വാങ്ങി വരുന്ന ശാരികയാണ്. അന്നേരം റെയിൻകോട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് ശാലിനി. ശാരിക ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് ഇത്ര രാവിലെ, മഴ പെയ്യുകയാണല്ലോ. എനിക്ക് അർജുനേട്ടനെ ഒന്ന് കാണണം, കുറച്ച് അത്യാവശ്യമുണ്ട്. എന്തത്യാവശ്യം? ദേ ശാലിനി, ഇന്നലത്തെ സ്റ്റേഷനിലെ കാര്യം നീ വീണ്ടും കുഴപ്പിക്കാൻ പോവുകയാണോ? കോടതിയിൽ കേസ് കൊടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഒന്നുമില്ല ചേച്ചി, സമാധാനത്തോടുകൂടി പാല് കൊണ്ട് അകത്ത് വെക്ക്, ഇത് വേറെ ഒരു ആവശ്യത്തിനാണെന്നും പറഞ്ഞ് സ്കൂട്ടി എടുത്ത് പോവുകയാണ് ശാലിനി. ശാലിനി പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് വരികയാണ് അർജുൻ. രണ്ടുപേരും വണ്ടിയിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, അർജുനേട്ട എന്തായി കാര്യങ്ങള്? ഞാൻ ടെൻഷൻ അടിച്ച് രാവിലെ തന്നെ അർജുനേട്ടനെ കാണാനായിട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. തിരിച്ചുകൊണ്ട് അർജുൻ പറയുകയാണ്, എന്താവാൻ, ആ പ്ലാൻ വൃത്തിയായിട്ട് അങ്ങ് പൊളിഞ്ഞു. കഥ തുടങ്ങിയെടുത്ത് തന്നെ രണ്ടും രണ്ട് പാത്രമായി. ഞാൻ എന്റെ വീട്ടിലും അവൾ അവളുടെ വീട്ടിലും. അല്ല, നിനക്കെന്താ പറ്റിയത്? ആദ്യം അത് പറയ്. വാക്ക് പറഞ്ഞാൽ ചെയ്യുന്നവളാണ് ശാലിനി എന്ന് എനിക്കറിയാം. എന്നിട്ടും അത് തെറ്റിയെങ്കിൽ ഗുരുതരമായ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഉത്കണ്ഠയിലാണ് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, അതൊന്നും പറയണ്ട. നമ്മുടെ പ്ലാനിടയിൽ ഞാൻ മറ്റൊരു പ്ലാൻ തിരികെ കയറ്റി. ഒരു പോലീസ് സ്റ്റേഷൻ എപ്പിസോഡ്. അവിടെയാണ് കാര്യങ്ങൾ ട്വിസ്റ്റ് ആയത്. പിന്നീട് നടന്ന കാര്യങ്ങൾ അർജുനോട് പറയുകയാണ് ശാലിനി. ഞാൻ തിരിച്ചു വരാൻ താമസിച്ചപ്പോൾ എന്നെ അന്വേഷിച്ച് അമ്മ സ്റ്റേഷനിലേക്ക് വന്നു. അമ്മ പറഞ്ഞിട്ടും എന്നെ വിടാൻ തയ്യാറായില്ല SI. ചോദ്യം ചെയ്തപ്പോൾ അമ്മയെ പിടിച്ച് തള്ളുകയും ചെയ്തു. ഓ മൈ ഗോഡ്, എന്നിട്ടെന്ന് ചോദിക്കുകയാണ് അർജുൻ. ശാലിനി പറയുകയാണ്, നമ്മുടെ ഹോട്ടലിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ വരാറുള്ള ഒരാള് അവിടെ യാദൃച്ഛികമായിട്ട് വന്നു. അയാളെ കണ്ടപ്പോഴാണ് SI ശരിക്കും ഒരു കൺട്രോളിലായത്. ഏതായാലും അത് കഴിഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ പക്ഷെ എന്താണ് സംഭവിച്ചത്? അത് പറ, കേൾക്കട്ടെ. ഫോണിൽ ശാലിനിയെ കിട്ടാതായപ്പോൾ ഞാൻ കാറുമെടുത്ത് നേരെ പ്രീതിയുടെ വീട്ടിലേക്ക് പോയി. എങ്ങനെയെങ്കിലും പ്രീതിയോട് ഗേറ്റിനടുത്തേക്ക് എത്താൻ പറഞ്ഞു. റിസ്ക് എടുത്ത് അവൾ വരികയും ചെയ്തു. പക്ഷെ ഞങ്ങൾക്കിടയിലെ ആ വലിയ ഗേറ്റ് തുറക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് അർജുനും രാത്രി നടന്ന സംഭവങ്ങൾ വിവരിക്കുകയാണ്. അവൾ നിർബന്ധിച്ചത് കൊണ്ടും സിറ്റുവേഷൻ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ പിന്മാറുകയായിരുന്നു. പക്ഷെ പിന്നീട് പ്രീതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനാകുന്നില്ല. സത്യഭാമയുടെ കണ്ണിലെങ്ങാനും അവൾ പെട്ടോന്നും ടോർച്ചർ ചെയ്യപ്പെട്ടോ എന്നുള്ളതും എനിക്ക് ടെൻഷനുണ്ട്. പിടിക്കപ്പെടുന്ന പക്ഷം അവളുടെ ഫോണും നിരീക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് നേരിട്ട് വിളിച്ചു നോക്കാനും വയ്യ. അതിന്റെ ശിക്ഷ കൂടി അവൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി പറയുകയാണ്, മനസ്സിലായി അർജുനേട്ടൻ, വിഷമിക്കാതിരിക്കുക. നേരം വെളുത്തതല്ലേയുള്ളൂ, കുറച്ചു കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചു നോക്കാം പ്രീതിയെ. ഇപ്പോൾ അർജുനേട്ടൻ കടയിലേക്ക് വാ, കടുപ്പത്തിൽ നല്ലൊരു ചൂട് ചായ കുടിച്ചിട്ട് പോകാം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.